വരവേൽക്കൂ മൈനേ നിറമംഗളമരുളു കോകിലമേ വരവേൽക്കൂ മൈ. എന്റെ പൊന്നു ബാലാജി നിങ്ങൾക്ക് തരാൻ എന്റെ സാധനമൊന്നുമില്ല. ഇയാൾ നേരത്തെ കുറിച്ച് കാശൊക്കെ എനിക്ക് തരാനുണ്ടല്ലോ. വിത്തൗട്ട് മണി നോ മോർ സാധനം കേട്ടല്ലോ. ഇയാൾ വെച്ചിട്ടു അത് സാധനം പൈസ പിടിച്ചിട്ടു. ഗിരീഷേട്ടോ പണിക്കൊന്നും പോയില്ലേ? എന്റെ വീട്ടിൽ തന്നെ ആണല്ലോ. അതെന്താടാ അങ്ങനെ ഒരു നോക്ക്? ഞാൻ പണിക്ക് പോയിട്ടാണോ നിന്റെ വീട്ടിൽ കഞ്ഞി വെക്കാൻ? എടാ നീയൊക്കെ കളിയുടെ പേരും പറഞ്ഞ് കണ്ടെത്തി പോയി കഞ്ചാ പഠിക്കുന്നവരും നമ്മളൊന്നും അറിയുന്നില്ല എന്ന് വിചാരിച്ച. വെറുതെ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കില്ല പെടാ. ഈ ഗിരീഷേട്ടന് വരാന്താടാ, നമുക്ക് പോയി കളിക്കാം. വിട്ടു എടാ നിന്റെയൊക്കെ പ്രായം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത് കേട്ടോ. പിന്നെ എവിടെ വരെ എത്തിയെന്നാ? എപ്പൊ നോക്കിയാ ചേച്ചിയുടെ കുറെ ഫോണിലെ പട്ടിയെ പോലെ മണപ്പിച്ച് കിടക്കുന്നതാണ്. ഗിരീഷ് ഉള്ള കാര്യം ഞാനങ്ങ് പറയും, നിനക്ക് വിഷമമൊന്നും തോന്നുന്നു. എന്താ കഴിഞ്ഞ പ്രാവശ്യം നീ സാധനത്തിനകത്ത് ഫുള്ള് വെള്ളമായിരുന്നു. ഒരു ശകലം പെരുക്കണ്ടാ, ഉക്കും ഇല്ല ഒരു പിണ്ണാക്കും ഇല്ല. നീ എന്തെങ്കിലുമൊക്കെ ചെയ്തു കിക്കോക്കടാ. എടാ ഓമച്ചായ ഒരുമാതിരി മറ്റടുത്ത വർത്താനം പറയില്ല. കഴിക്കുന്ന അന്നത്തിനകത്ത് വേണമെങ്കിൽ ഞാൻ മായം ചേർക്കും, പക്ഷെ ഞാൻ ഉണ്ടാക്കുന്ന പാനീയത്തിനകത്ത് ഞാൻ ഇതുവരെ മായം ചേർത്തില്ല. ചുമ്മാ അല്ല, അടൂരിൽ നിന്ന് കായംകുളത്തുനിന്ന് ആൾക്കാർ വന്ന് ഇത് കൂച്ചിട്ട് പോകുന്ന വേണമെങ്കിൽ താൻ കൂച്ചിട്ട് പോയാൽ മതിയോ. നീ എന്തോട് ഗിരീഷ് ഒരുമാതിരി ശത്രുക്കളോട് പറയുന്നോട്ട് പറയുന്നു? ഒന്നുമില്ല, നിന്റെ സ്നേഹസമ്പതി ഒരു അയൽക്കാരനില്ലൂടെ ഞാൻ. ഒരുമാതിരി ശത്രുക്കളോട് പറയുന്നോട്ട് അവൻ പറയുന്നു. എന്നാ ഓമച്ചായ നിങ്ങളുള്ള ദേഷ്യം കൊണ്ടൊന്നും അല്ല. എൻ്റെ പാനീയത്തെ കുറ്റം പറഞ്ഞാൽ പിന്നെ എനിക്ക് ദേഷ്യം വരും. പോട്ടെ അതുകൂടെ ആണ് നിങ്ങളെ കാര്യം വരുന്നടി ഗിരീഷ്. നിങ്ങൾ പോയിട്ടോ. അണ്ണ എന്തുവാണ് ഇതൊന്നും വലിക്കില്ല. നിന്റെ കാര്യം നോക്കിപ്പോടാ പീക്കിരി പോടാ പോടാ. എന്തുവാടാ അവൻ്റെ നല്ലതിന് വേണ്ടിയില്ലേ പറയുന്നത്? പിന്നെ ഇതൊന്നും മറ്റേ അതിൻ്റെ അത്ര സീനല്ലടാ വീഡിയോയിൽ കൂട്ട്. ഗിരീഷണ്ണൻ്റെ പെണ്ണുമ്പോൾ എന്തോ സാധനമാടാ. എൻ്റെ പൊന്നെ സഹിക്കാൻ പറ്റത്തില്ല അല്ലയോ. ഈയർക്ക് എവിടെ നിന്ന് കിട്ടിയടാ ഇതിനെ? അതിനൊക്കെ ഒരു ഭാഗ്യം വേണോ അണ്ണാ. അല്ലെങ്കിലും വെടിയൊക്കെ അറിയുന്നതിന് തോക്ക് കൊടുക്കത്തില്ലല്ലോ. അയ്യേ പറി എന്നിട്ട് പോടാ കൊച്ചുമയിലേ. ഗിരീഷണ്ണൻ്റെ പെണ്ണുകൂടെ എല്ലാം നോക്കിയാലോ. അതിന് ഞങ്ങളൊക്കെ ഇവിടെ പോകണ്ട. ബാ പോ. അപ്പുറത്തെ ഗിരീഷ പിള്ളാരെ വഴക്ക് പറയുന്ന കൂട്ടത്തിൽ കേട്ടതാ ഞാന്. നിങ്ങളൊന്ന് ചെന്ന് പറയാ പിള്ളാരോട് ചുമ്മാ കളിക്കല്ലേ. എന്റെ പൊന്നു മോളി നിനക്ക് അമ്മമാരെ അറിയാൻ മേത്തോണ്ടാ. പണ്ട് നമ്മുടെ ആടിനെ ഒന്ന് വലിച്ചു കെട്ടാൻ വേണ്ടി ഞാൻ അമ്മമാരോട് മാറി കളിക്കാൻ പറഞ്ഞു. ചത്തുപോയതിന്റെ അപ്പനെ വരെ അമ്മമാർ ഈത്ത് വിളിച്ചു. നിനക്കറിയാമോ? ആ അമ്മമാരുടെ അടുത്തോട്ട് ഞാൻ ഇനി എന്തെങ്കിലും പറഞ്ഞോണ്ട് ചെല്ലണം. അമ്മമാര് പന്തല്ല നെഞ്ചത്തിരിക്കും അറിയാമോ? അവള് പകടാൻ പോയിരുന്നു. എന്നെ കൊണ്ടാകും അങ്ങനെ പറഞ്ഞ എങ്ങനെയാ മനുഷ്യ നമുക്ക് ഇവിടെ കടന്നു പുറക്കണ്ടായോ? എന്റെ പൊന്നു പോയി നമുക്ക് സഹിക്കാൻ കൊള്ളത്തില്ല. വെറും കച്ചറ പിള്ളേരാണ്. ഇതൊരു കാര്യം എന്റെ കൂടെ പറ്റിപ്പോയിരുന്നു. മറ്റേ ഡയറി ഉണ്ട്, അതിനകത്ത് സ്റ്റേഷനിലെ നമ്പർ എടുക്കണം. നീ അവരെ വിളിച്ചു പറയാം. അവരെന്തെങ്കിലും ചെയ്യും. നിങ്ങളുടെ ഡയറി എവിടെ മനുഷ്യ? എന്റെ പൊന്നു മോളി ആ മേശപ്പുറത്തെങ്ങാണ്ട് ഇരിപ്പുണ്ട്. നീ ഒന്ന് പോയി എടുക്ക് ചെല്ല്. എന്നാ ഞാൻ അവന്മാർക്കൊരു പണി മോളിയെ ഞാൻ എന്റെ പുറത്തോട്ട് വരെ പോവാട്ടോ. ഇടക്കിടക്കിനെ വിളിച്ച് ശല്യപ്പെടുത്തരുത്. പറൂണ എന്തിയാടാ നമ്മുടെ സാധനം എന്തിയാടാ? ഒരു വീഡിയോ എന്തുവാടാ മോനെ പോറ്റേ ലാമ്പ് എന്തിയാടാ? ഇരുത്തി അങ്ങോട്ട് വലിയടാ മോനെ. നീ പറഞ്ഞ ഇരുത്താൻ അങ്ങോട്ട് വരും, എന്നിട്ട് എന്നെ വലിപ്പിക്കും. ഹലോ സാറേ, ഞാനേ കുറച്ചായിട്ടൊന്ന് മോളിയാ വിളിക്കുന്നു. നമ്മളെ പള്ളിക്കപ്പാരത്തിന്റെ പുറകുവശത്തൂന്നേ അവിടെ ഇരുന്ന് പിള്ളേരെല്ലാം കൂടെ കഞ്ചാവ് വലിയ. പെട്ടെന്ന് പറഞ്ഞേ. ഓക്കെ സാറേ, ഓക്കെ. അവന്മാർക്ക് ഇന്ന് ശരിക്കും കിട്ടും. എന്താ എടുത്തോണ്ട് പോ ചെല്ലി. ഇന്നത്തെ ദിവസം പോക്കടാ അടിച്ചിരിക്കും. മനുഷ്യന് സമാധാനവും തരൂല. നിങ്ങൾ ഊത്താളോ ആമാൻ ഇവിടെ ഇരിപ്പുണ്ട്. കൈ കിട്ടുന്നവന്മാരെല്ലാം പൊതുവെ തല്ലിക്കണം. അമ്മറെല്ലാം കഞ്ചാവ് പോലി ഇന്ന് നിർത്തി കൊടുക്കണം. എൻ്റെ പൊന്നു സാറേ, ഇമാരെ തല്ലിട്ട് വല്ല കാര്യമുണ്ടോ? ഒന്നും നന്നാകത്തില്ല, ഒരു കാര്യമില്ല. താൻ എൻ്റെ വലിയ ആളുവാണോടൂ? ഒന്ന് പോ സാറേ. സാറേ, ആ പെണ്ണുപിള്ള പറഞ്ഞ സ്ഥിതിക്കാണെങ്കിൽ അമ്മാരെ തോടിനടുത്തുള്ള കുത്തിക്കാനായിരിക്കും പരിപാടി. നമുക്ക് അടുത്ത സൈഡ് കൂടെ ചെന്നാൽ അമ്മാരെ വളയാം. വളയ്ക്കാനും തിരിക്കാനുമാണ് സർക്കാർ എനിക്ക് ഈ നഷ്ടത്തെ തന്നേക്കുന്നത്. എങ്ങനെ വളയ്ക്കണം എങ്ങനെ തിരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കും. രണ്ടുപേരും കൂടെ എന്നോട് വന്നാൽ മതി. മനസ്സിലായോ? എന്ത് ഗിരീഷ്, വെറുതെ പറഞ്ഞാടാ. നീ അതാ പറയുന്നത്.
എന്റെ ഗിരീഷേ, എന്റെ മൂളിയുടെ അച്ചാറ ഒരു 1.5 അച്ചാറ 5 ഫുള്ള് കൊണ്ട് തീർക്കാം. അച്ചാറെന്ന് പറഞ്ഞ മൂളിയേക്കാൾ അച്ചാർ. അയ്യോ സാറേ പിടിക്കല്ലേ കിട്ടത്തില്ല. കഷായം ഉണ്ടാക്കിയതാ സാറേ. ഞാൻ ഇച്ചിരി മണ്ണെണ്ണ അമ്മാവേ അറിയോ നമ്മുടെ ഗിരീഷേട്ടൻ എക്സൈസുകാർ പിടിച്ചെന്ന് മാറ്റിന്. ആ എനിക്ക് പണ്ടേ അറിയാം അവൻ കച്ചാവാണെന്ന്. ഗിരീഷേട്ടനെ മാത്രമല്ല തോമാച്ചനെ പിടിച്ചിട്ടുണ്ട്. അയ്യോ എന്റെ തോമാച്ചായ 2 അറ്റാക്കാണ് മനുഷ്യനാണ്. സാറേ ഇച്ചിരി നേരെ നടത്തു സാറേ. ആ നല്ലപോലെ കിട്ടുന്നുണ്ടോ സാറേ? കളറൊക്കെ ഉണ്ട് സാറേ. ആ വിക്ടർ വെക്ക്.